everyone, welcome to Epic Family. അപ്പോൾ നമ്മൾ നമ്മുടെ ലഡാക്ക് റോഡ് ട്രിപ്പിന്റെ 7th ഡേ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചണ്ഡീഗഡ് എത്തി. ചണ്ഡീഗഡിൽ ഒരു ഹോട്ടലിൽ റൂം എടുത്തത് വരെയുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തു, റെസ്റ്റ് എടുത്തു. ഇന്ന് രാവിലെ ആ ഹോട്ടലിൽ നിന്ന് തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ ദേണ്ട ചണ്ഡീഗഡിൽ നിന്ന് മണാലിയിലേക്കുള്ള ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇന്ന് നമ്മൾ ഡയറക്റ്റ് മണാലിയിലെത്തും. ചണ്ഡീഗഡിൽ നിന്ന് നമ്മൾ മണാലിയിൽ എത്തുമ്പോൾ രാത്രി ആവുമായിരിക്കും. രാത്രി ഒരു 12 മണിയാകുമ്പോൾ എന്തായാലും നമ്മൾ മണാലിയിൽ എത്തും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചണ്ഡീഗഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പഞ്ചാബിന്റെ ഭാഗങ്ങളിൽ കൂടെയാണ് ഈ ഡ്രൈവ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി നമ്മൾ ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റ് എൻ്റർ ചെയ്യും. അറിയാലോ, മണാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഓക്കെ, പഞ്ചാബിന്റെ ഭാഗങ്ങളിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ നല്ല പാടങ്ങൾ, അതിൽ ലൈവായിട്ടുള്ള അവരിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പാടങ്ങൾ കാണാൻ പറ്റും. അതേപോലെ നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഈ പാടത്തിന്റെ നടുക്കൂടെ ചെറിയ വഴി ഉണ്ടാവേ, ആ വഴി കൂടി ഇങ്ങനെ ഈ തലപ്പാവൊക്കെ വെച്ചിട്ട് ബുള്ളറ്റിൽ പഞ്ചാബീസ് ഒക്കെ ഇങ്ങനെ പോകുന്ന ആ സീനൊക്കെ അടിപൊളിയായിട്ടാണ് കാണാൻ. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ കുറെ കണ്ടു ഈ ഒരു ഡ്രൈവിനിടയ്ക്ക്. സോ അങ്ങനത്തെ കുറെ കാഴ്ചകളാണ് നമ്മൾ ഈ പഞ്ചാബ് സ്റ്റേറ്റിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്നത്. പിന്നെ ഈ ഒരു ചണ്ഡീഗഡിൽ നിന്ന് മണാലിയിലേക്കുള്ള ഈ ഒരു ഡ്രൈവിനിടയ്ക്ക് തന്നെ ഇങ്ങനത്തെ കുറെ പഞ്ചാബി ധാബാസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ വരുന്നുണ്ട്. സോ നമുക്ക് ഫുഡ് കഴിക്കാനും പോകുന്ന വഴിക്ക് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഈ സൈഡിൽ ഒരു റിവർ കണ്ടോ, എന്തൊരു കളറാ അതിന്, ടർക്കോയിസ് ബ്ലൂ കളർ. അയ്യോ, ഞാൻ ആദ്യമായിട്ടോ നേരിട്ട് ഈ കളറിലെ റിവർ കാണുന്നത്. നമ്മൾ ഇനിയിപ്പം ഹിമാചൽ പ്രദേശിന്റെ ഭാഗങ്ങളിലേക്ക് കയറാൻ പോവാണ്. അപ്പം ഹിമാചൽ ആ ഒരു കവാടമൊക്കെ കണ്ടില്ല, അവിടെ തൊട്ട് അങ്ങോട്ടേക്ക് ഹിമാചൽ പ്രദേശിന്റെ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കയറാൻ പോവാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒരു എൻട്രി ഫീസ് പോലുണ്ട്. എൻട്രി ഫീസ് എന്നല്ല, നമ്മൾ ഈ ടോളൊക്കെ അടയ്ക്കത്തില്ല അതേപോലെ തന്നെ ഇവിടെ ഫാസ്ടാഗ് ഇല്ല, നമ്മൾ ക്യാഷ് ഡയറക്റ്റ് പേ ചെയ്യുക, അവര് ബില്ല് തരും, അങ്ങനെയാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ഹിമാചൽ പ്രദേശ് കയറുവാണ്. അപ്പം ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന് 12 ഡിസ്ട്രിക്റ്റുകളാണുള്ളത്. നമ്മളിപ്പോൾ കേരളത്തിൽ 14 ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്, ഹിമാചൽ പ്രദേശിന് 12 ഡിസ്ട്രിക്റ്റുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ 12 ഡിസ്ട്രിക്റ്റിൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള 2 പേരാണ്, ഒന്ന് ഷിംലയും ഒന്ന് കുളു.
അപ്പോൾ ഹിമാചൽ പ്രദേശിലെ 12 ഡിസ്ട്രിക്റ്റുകളിൽ 2 ഡിസ്ട്രിക്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഷിംലയും കുളുവും. അതിൽ കുളു എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് നമ്മൾ ഈ പോകുന്ന മണാലി. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. അപ്പം ഹിമാചൽ പ്രദേശിൽ 12 ഡിസ്ട്രിക്റ്റുകളുണ്ട്. അതിൽ കുളു എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് നമ്മളിപ്പോൾ ഈ പോകുന്ന മണാലി. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെ കയറ്റമാണ്. നമ്മളിപ്പോൾ ഹെയർ പിൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, മലയല്ലേ, മുകളിലേക്കുള്ള കയറ്റമാണ്. ഇങ്ങനെ കയറി കയറി വേണം നമുക്ക് മണാലിയിലെത്താൻ. അപ്പോൾ ഈ മണാലി എന്ന് പറയുന്ന സ്ഥലം ഒരു ഹിൽ സ്റ്റേഷനാണ് ശരിക്കും. ഹിമാചൽ പ്രദേശിലെ കുളു എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് നമ്മുടെ ഈ മണാലി. ഓക്കെ, അപ്പം നമ്മൾ പോകുന്നത് മണാലിയിലേക്കാണ്. മണാലി നമുക്കൊരു ദിവസം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ മെയിൻ ലക്ഷ്യമായ ലഡാക്കിലേക്ക് പോകാൻ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഹിമാചൽ പ്രദേശിൻ്റെ ഭാഗങ്ങളിൽ കൂടെ ഇങ്ങനെ നമ്മൾ മണാലി ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കുവാണ്. ഓക്കെ, നമ്മൾ രാത്രി ഒരു 11 മണി 11:30 ആകുമ്പോഴത്തേനും മണാലിയിലെത്തും. ഇന്നിപ്പം 18-ാം തീയതി, ജൂൺ 18-ാം തീയതിയാണ്. സോ ഇന്ന് തന്നെ നമ്മൾ രാത്രി മണാലിയിൽ അങ്ങ് എത്തും. നാളെ നമ്മൾ മണാലി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ പ്ലാൻ. ഇങ്ങോട്ടാ ഞങ്ങൾ അങ്ങനെ ഓൺ ദ വേ ടു മണാലി ഞങ്ങൾ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് നിർത്തി കുറച്ച് ജ്യൂസും വെള്ളവും അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഓക്കെ,
നമ്മൾ മണാലിയോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പം ഈ കുറച്ചടുത്ത് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാമല്ലോ, റോഡ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു റഫ് റോഡ്, അതായത് വേറൊന്നും കൊണ്ടല്ല, കൺസ്ട്രക്ഷൻസ് നടക്കുവാണ്. കുറേ എന്തൊക്കെയോ ടണലിൻ്റെയും അതിൻ്റെയോ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയയും ഒക്കെ വരും നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് മണാലിയിലോട്ട് പോകുന്ന ഈ ഒരു റൂട്ടിൽ. അപ്പം അതുകൊണ്ട് ചിലയിടത്തൊക്കെ ഇങ്ങനെ, ചിലയിടത്ത് മാത്രം, അല്ലാതെ നിങ്ങൾ കണ്ടല്ലോ വരുന്നതൊക്കെ സ്മൂത്ത് റോഡ് തന്നെയാണ്. ചിലയിടത്തൊക്കെ ഇങ്ങനെ ചെറിയ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെയുള്ള ഇങ്ങനെ, അത് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്താണ് കൂടുതലും. ഇങ്ങനെയൊക്കെ ടണലിൻ്റെയും ഒക്കെ കൺസ്ട്രക്ഷൻസും ഒക്കെ നടക്കുന്നുണ്ട് ഒരുപാട്. ഓക്കെ, അപ്പോൾ നമ്മളപ്പം മണാലിയിൽ, പ്രോപ്പർ മണാലിയിൽ റൂം റിസർവ് ചെയ്തിട്ടാണ് ഈ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ 11:30, രാത്രി ഒരു 11:30 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ അങ്ങെത്തും, നമ്മൾ റൂം ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തും. അപ്പം അതിന് മുന്നേ തന്നെ ഈ പോകുന്ന റൂട്ടിൽ നിന്ന് എവിടെന്നെങ്കിലും നമ്മൾ ഡിന്നർ കൂടെ കഴിക്കും. അപ്പം ഡിന്നർ കഴിച്ചിട്ട് നേരെ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തുക, കിടന്നുറങ്ങുക, അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് മണാലി എത്തിയെന്ന് തന്നെ പറയാം. നമ്മൾ ഇവിടെ ഈ ക്രിംസൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലിന്റെ മുന്നിൽ നിർത്തുവാണ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഹോട്ടലിന്റെ അവിടെ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് ഒരു 10-12 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പം നമ്മൾ മണാലിയിൽ എത്തിയെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്നു, നേരെ നമ്മൾ റൂം ബുക്ക് ചെയ്ത ഹോട്ടലിൽ പോകുന്നു, ഉറങ്ങുന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞ് ഇറങ്ങി നേരെ ഇനി മണാലിയിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കുവാണ്. അവിടെ ചെല്ലണം, നേരെ കിടന്ന് ഉറങ്ങണം, അത്രേ ഉള്ളൂ. അപ്പം ഏത് ഹോട്ടലാണ് എടുത്തിരിക്കുന്നതെന്നൊക്കെയുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇനി മണാലി വിശേഷങ്ങളൊക്കെ വരുന്ന വീഡിയോസിലുണ്ടാവും. അപ്പോൾ പ്ലീസ് എന്താ പറയാ, സപ്പോർട്ടേഴ്സ്. ഞങ്ങൾ എപ്പിക് ഫാമിലിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമ്മൾ ബിഗിനിങ് സ്റ്റേജിലാണ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾക്കെങ്കിലും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. പ്ലീസ് 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 സപ്പോർട്ടേഴ്സ്, വി നീഡ് യുവർ സപ്പോർട്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ എവ്രിവൺ.